അന്ന് അവനെ കാണുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. വീട്ടിൽ കുറേ പ്രപ്പോസൽസ് വരുന്നുണ്ടായിരുന്നു. ആരോടും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് അമ്മ ഒരു ഫോട്ടോ കാണിച്ചു. എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ആളെ കണ്ടപ്പോഴത്തേക്കും. വിളിച്ചു ചോദിക്കാൻ അമ്മേനെ അപ്പനെ ഏൽപ്പിച്ചിട്ട് അവൾ റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക റെസ്പോൺസിന് വേണ്ടിയിട്ട്. അപ്പനും അമ്മ വന്നിട്ട് പറഞ്ഞു ആൾക്ക് വേറൊരു അലയൻസ് സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് അവരിത് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ചെറിയൊരു സങ്കടം തോന്നി. പക്ഷെ പോട്ടെ, സാരില്ല, എനിക്കുള്ളതായിരിക്കില്ലെന്ന് പറഞ്ഞ് അവളതങ്ങ് വിട്ടു. ഉടനെ തന്നെ പിറ്റേ ദിവസം അവള് ബാംഗ്ലൂരിലോട്ട് വണ്ടിയും കയറി. ഇനിയിപ്പോൾ വർക്കിൽ ശ്രദ്ധിക്കാമല്ലോ. അവൾ ആക്ച്വലി ആ ഹോസ്പിറ്റലിലെ 3rd ഇയർ PG ആണ്. ജോലിയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോവുമായിരുന്നു. അവിടെ ഒരു സീനിയർ റെസിഡൻറ്റിനെ അങ്ങനെ അവൾ പരിചയപ്പെടാനിടയായി. ആളുടെ പേര് അരുൺ നാട്ടോ. അവളും ഭയങ്കര ഒഫീഷ്യലി ആയിരുന്നു ആദ്യം നല്ല കൂട്ട്. പിന്നെ ഭയങ്കര നന്നായിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അരുൺ പറഞ്ഞു എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. പറഞ്ഞു വന്നപ്പോഴത്തേക്കും അരുണിന് ഒരു പ്രപ്പോസൽ വീട്ടിലോട്ട് ഫോർമലായിട്ട് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. താൻ ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ അരുൺ സംസാരിച്ചു. ഇവൾക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം അത് നല്ല പയ്യൻ, ഡോക്ടറാണ്, എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവൾ ഫ്രണ്ട്സോ ഡിസൈഡ് ചെയ്ത് യെസ് പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി. യെസ് പറയണമെന്ന് മനസ്സിലുറച്ചിങ്ങനെ കോറിഡോർ കൂടി നടക്കുവാണ്. ഫ്രണ്ട്സും കൂടെയുണ്ട്. കുറച്ച് പേടിയുണ്ട്, എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് അവർ പറയുന്നത് കേട്ടു ഒരു പുതിയ ഡോക്ടറിന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അവളാണെങ്കിൽ അത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കിയപ്പോഴോ അവളൊന്ന് ഞെട്ടിപ്പോയി. ആ 2 മാസം മുന്നേ ഒരു പ്രപ്പോസലായിട്ട് അമ്മ വന്നില്ലായിരുന്നു, ആ പയ്യനായിരുന്നു അത്. അവളുടെ കിളി മൊത്തത്തിൽ പോയി. ഇത് ആ പയ്യൻ തന്നെയാണോന്ന് അവൾ ആലോചിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് അരുൺ വന്ന് ചോദിച്ചു താൻ തീരുമാനിച്ചോ? അവൾക്ക് പെട്ടെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇനി എന്താ ചെയ്യാ? അറിയാൻ പാടില്ല.